നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ നിലവിലുള്ള പൊതു റോഡ് കയ്യേറ്റ നിയമം ലംഘിച്ചതിന് സദാൻ ഗവർണറേറ്റിൽ നിരവധി വാണിജ്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. നിയമപ്രകാരം വരുന്ന ലംഘനങ്ങളിൽ നടപ്പാതകളിൽ മേശകളും കസേരകളും സ്ഥാപിക്കുന്ന കഫേകൾ, നിയുക്ത സ്ഥലത്തിന് പുറത്ത് സാധനങ്ങൾ പ്രദർശിപ്പിക്കുന്ന കടകൾ, കാൽനട യാത്രക്കാർക്കും റോഡ് ഉപയോക്താക്കൾക്കും അസൗകര്യമുണ്ടാക്കുന്ന തരത്തിൽ പൊതു ഇടങ്ങൾ കൈവശപ്പെടുത്തുന്ന തെരുവ് കച്ചവടക്കാർ എന്നിങ്ങനെ ലംഘനങ്ങൾ നടത്തിയ സ്ഥാപനങ്ങൾക്കെതിരെയാണ് അധികൃതർ നടപടിയെടുത്തത്. ഒക്ടോബർ 22 മുതൽ 31 വരെ ബഹ്റൈനിൽ നടക്കുന്ന മൂന്നാമത് ഏഷ്യൻ യൂത്ത് ഗെയിംസിന്റെ പരിപാടികൾ നടത്തുന്നതിനുള്ള കരാറിൽ എക്സിബിഷൻ വേൾഡ് ബഹ്റൈനും മൂന്നാമത് ഏഷ്യൻ യൂത്ത് ഗെയിംസിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഒപ്പുവച്ചു. ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിലാണ് പരിപാടി നടക്കുക. ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും EWB ചെയർപേഴ്സണും സുപ്രീം ഓർഗനൈസിംഗ് കമ്മിറ്റി അംഗവുമായ സാറ അഹമ്മദ് ബുഹിജി, ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റി സെക്രട്ടറി ജനറലും സുപ്രീം ഓർഗനൈസിംഗ് കമ്മിറ്റി അംഗവുമായ ഫാരിസ് മുസ്തഫ അൽ കുഹേജി എന്നിവരുടെ സാന്നിധ്യത്തിൽ സഖീർ EWBയിലാണ് ചടങ്ങുകൾ നടന്നത്. തേർഡ് IYGയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ യൂസഫ് ദുവൈജും EWBയുടെ ജനറൽ മാനേജർ അലൻ പ്രയറും കരാറിൽ ഒപ്പുവച്ചു. ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇൻഡോറായി ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നത്. കൂടാതെ മത്സര ഷെഡ്യൂളിലെ 11 കായിക ഇനങ്ങളും ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും നൂതന സേവനങ്ങളും ഉൾക്കൊള്ളുന്ന എല്ലാ ആധുനിക സൗകര്യങ്ങളും ബഹ്റൈനിൽ നടക്കുന്ന ഗെയിംസിൽ ഉപയോഗപ്പെടുത്തും. പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്കും ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏവർക്കും ഏറ്റവും മികച്ച സേവനങ്ങൾ ലഭ്യമാക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്നും ബഹ്റൈനിലെ അധികൃതർ അറിയിച്ചു. ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ ബഹ്റൈൻ സംഘടിപ്പിക്കുന്ന പൗരസഭ ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് സൽമാബാദ് അൽഹിലാൽ ഓഡിറ്റോറിയത്തിൽ നടക്കും. നീതി സ്വതന്ത്രമാവട്ടെ എന്ന ശീർഷകത്തിൽ സംഘടിപ്പിക്കുന്ന സംഗമത്തിൽ ഡോക്ടർ ബാബു രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് MC അബ്ദുൽ കരീം, ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, ചെമ്പൻ ജലാൽ, പ്രദീപ് പുറവങ്കര തുടങ്ങിയ ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി അന്നേ ദിവസം വൈകിട്ട് 7 മണി മുതൽ 9 മണി വരെ സൽമാബാദ് അൽഹിലാൽ ഹോസ്പിറ്റലിൽ സൗജന്യ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. BMC ന്യൂസിലൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ബഹ്റൈൻ പ്രതിഭ റിഫ മേഖലാ നാടകവേദിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന നാടകക്കളരി സംഘടിപ്പിച്ചു. സൽമാനിയയിലെ പ്രതിഭ സെന്ററിൽ നടന്ന ക്യാമ്പ് പ്രതിഭ ജനറൽ സെക്രട്ടറി മിജോഷ് മൊറാറ ഉദ്ഘാടനം ചെയ്തു. മേഖലാ നാടകവേദി കൺവീനർ മനോജ് എടപ്പാൾ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ മേഖലാ കമ്മിറ്റി അംഗം ലിജിത് പുന്നശ്ശേരി അധ്യക്ഷത വഹിച്ചു. പ്രതിഭ രക്ഷാധികാരി സമിതി അംഗം NK വീരമണി, പ്രതിഭ നാടകവേദി കൺവീനർ NK അശോകൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. മേഖലാ സെക്രട്ടറി മഹേഷ്, മേഖലാ പ്രസിഡന്റ് ഷിജു പിണറായി എന്നിവർ സന്നിഹിതരായിരുന്നു. നാടക പ്രവർത്തകരായ പ്രവീൺ രുക്മയേഴോം, ഉദയൻ കുണ്ടംകുഴി എന്നിവർ നാടകത്തിന്റെ വിവിധ മേഖലകളെ സ്പർശിച്ചുകൊണ്ട് ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന ക്യാമ്പ് നയിച്ചു. പ്രതിഭയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നും എത്തിയ നാടക തൽപരരായവർ ക്യാമ്പിൽ പങ്കെടുത്തു. വൈകുന്നേരം നടന്ന സമാപന ചടങ്ങിൽ ക്യാമ്പ് ഡയറക്ടർമാർക്കുള്ള ഉപഹാരം രക്ഷാധികാരി സമിതി അംഗം ഷീബ രാജീവൻ, ജനറൽ സെക്രട്ടറി മിജോഷ് മൊറാറ എന്നിവർ കൈമാറി. ക്യാമ്പിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു.
ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് ബഹ്റൈൻ വനിതാ വേദിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾക്ക് ഭക്ഷണ വിതരണം നടത്തുന്നു. സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നിരവധി തൊഴിലാളികൾക്ക് ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യും. പ്രവാസി തൊഴിലാളികൾക്കിടയിൽ IYCC ബഹ്റൈൻ നടത്തുന്ന സാമൂഹിക ഇടപെടലുകളുടെ ഭാഗമായാണ് ഈ പരിപാടി. IYCC ബഹ്റൈൻ വനിതാ വിഭാഗം കോർഡിനേറ്റർ മുബീന മൻഷിർ, സഹ കോർഡിനേറ്റർ മാരിയ തമീർ ഖാൻ, സഹഭാരവാഹികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് തൊഴിലാളികൾക്ക് ഭക്ഷണ വിതരണം നടക്കുക. ഈ ഉദ്യമം സംഘടനയുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഐക്യദാർഢ്യത്തിന്റെയും പ്രതീകമായി മാറുന്ന പ്രവൃത്തിയാണെന്നും ഇതിനു മുന്നോട്ട് വന്ന IYCC വനിതാവേദി അംഗങ്ങൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായും IYCC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ്, ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, ട്രഷറർ ബെൻസി ഗനിയുടെ എന്നിവർ അറിയിച്ചു. മറ്റു വാർത്തകളിലേക്ക്. പാൻക്രിയാറ്റിക് കൊളറക്ടൽ ക്യാൻസറുകളുടെ തിരിച്ചുവരവ് തടയുന്നതിൽ പരമ്പരാഗത വാക്സിൻ പ്രതീക്ഷ നൽകുന്നതായി ഗവേഷകർ. ഇംഗ്ലണ്ടിലെ NHS ക്യാൻസർ വാക്സിനാണ് ലോഞ്ച് പാഡ് വഴി രോഗികളിൽ പരീക്ഷിച്ചു വരുന്നത്. ദി ഗാർഡിയൻ ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ക്യാൻസർ ഉള്ള രോഗികളിൽ ശസ്ത്രക്രിയ പോലുള്ള ചികിത്സകൾക്ക് ശേഷം തിരിച്ചുവരുന്ന ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാവുന്ന തരത്തിൽ ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിക്കാൻ ഇത്തരം വാക്സിനുകൾ സഹായിക്കുന്നു. അതുവഴി രോഗം വരാനുള്ള സാധ്യതയും കുറയ്ക്കുന്നു. പാൻക്രിയാറ്റിക് വൻകുടൽ ക്യാൻസറുകളുടെ തിരിച്ചുവരവ് തടയാൻ വാക്സിൻ സഹായിക്കുന്നുവെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. mRNA കുത്തിവയ്പ്പുകളേക്കാൾ വില കുറഞ്ഞതും വേഗത്തിൽ ലഭ്യമാകുന്നതും മറ്റ് ചികിത്സകളേക്കാൾ വിഷാംശം കുറഞ്ഞതുമായിരിക്കും ഇത്. കൂടുതൽ ഗവേഷണങ്ങൾ ഈ വാക്സിനെക്കുറിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. വാക്സിൻ വളരെ പ്രയോജനം ചെയ്യുമെന്ന് ലോസ് ആഞ്ചലസിലെ കാലിഫോർണിയ സർവകലാശാല ഓങ്കോളജിസ്റ്റും പഠനത്തിന്റെ സഹരചയിതാവുമായ പ്രൊഫസർ സേവ് വെയിൻബർഗ് പറയുന്നു. വോട്ടർ പട്ടിക ക്രമക്കേടിൽ കള്ളവോട്ടിനെതിരെ വീഡിയോയുമായി രാഹുൽ ഗാന്ധി. നിങ്ങളുടെ വോട്ടും അവകാശങ്ങളും സ്വത്വവും മോഷ്ടിക്കപ്പെട്ടേക്കാമെന്ന് രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. രാഹുൽ ഗാന്ധിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഇടയിൽ നേർക്കുനേർ പോരുമുറുകുകയാണ്. ശകുൻ റാണി എന്ന സ്ത്രീ 2 തവണ വോട്ട് ചെയ്തതിന് തെളിവ് എവിടെയെന്ന് ചോദിച്ച് കർണാടക CEO രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചിരുന്നു. തെളിവുണ്ടെങ്കിൽ സത്യപ്രസ്താവനയിലൂടെ നൽകാനായിരുന്നു കമ്മീഷൻ നിർദ്ദേശിച്ചത്. മഹാരാഷ്ട്ര, ഹരിയാന CEOമാരും ഇക്കാര്യത്തിൽ മുൻ നോട്ടീസ് ആവർത്തിച്ച് രാഹുലിന് കത്ത് നൽകി. ഇതിന് തയ്യാറല്ലെങ്കിൽ രാഹുൽ ഗാന്ധി രാജ്യത്തോട് മാപ്പ് പറയണമെന്ന ആവശ്യവും കമ്മീഷൻ ആവർത്തിച്ചു. BMC ന്യൂസിൽ വീണ്ടും ഒരു ഇടവേള. ഇന്ത്യൻ പൗരത്വം ലഭിക്കും മുന്നേ സോണിയാഗാന്ധി വോട്ടർ പട്ടികയിൽ ഇടം നേടിയെന്ന വിവാദത്തിൽ പ്രതികരിച്ച് കോൺഗ്രസ്. AICC പ്രവർത്തക സമിതി അംഗം താരിഖ് അൻവറാണ് വിവാദത്തിൽ മറുപടിയുമായി രംഗത്തെത്തിയത്. സോണിയാഗാന്ധി വോട്ടർ പട്ടികയിൽ ഇടം നേടിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലുപിടിച്ചല്ലെന്നാണ് അൻവറിന്റെ ന്യായീകരണം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധയാ പേര് ചേർത്തതാണെന്നും താരിഖ് അൻവർ വിവരിച്ചു. സോണിയാഗാന്ധിയുടെ പേര് 1980-ലെ വോട്ടർ പട്ടികയിലുണ്ടെന്ന തെളിവുകൾ ഇന്ന് രാവിലെ BJP നേതാവ് അനുരാഗ് ഠാക്കൂറാണ് പുറത്തുവിട്ടത്. സഫ്ദർജംഗ് റോഡിലെ 145-ാം ബൂത്തിലെ വോട്ടറായിരുന്നു സോണിയയെന്ന് രേഖയിൽ വ്യക്തമാണ്. 1983-ലാണ് സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടുന്നതെന്നും എന്നാൽ അതിനു മുൻപേ ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ സോണിയയുണ്ടെന്നും അനുരാഗ് ഠാക്കൂർ വെളിപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ വർഷം മഹാരാഷ്ട്രയിലും കർണാടകയിലും നടന്ന തിരഞ്ഞെടുപ്പുകളിലെ വോട്ടർ തട്ടിപ്പുകളെക്കുറിച്ചുള്ള രാഹുലിന്റെ ആരോപണങ്ങൾ തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധി തെറ്റായ വിവരങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്നും ഠാക്കൂർ ആരോപിച്ചു. ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന ഗവർണറുടെ നിർദ്ദേശത്തെ തള്ളി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. വിഭജന ഭീതി ദിനാചരണം കേരളത്തിലെ ക്യാമ്പസുകളിൽ നടത്തേണ്ടതില്ലെന്നാണ് സർക്കാർ തീരുമാനമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ നിലപാട് കലാലയങ്ങളുടെ മേധാവികളെ അറിയിക്കും. വർഗീയ വിദ്വേഷത്തിനും സാമുദായിക സ്പർദ്ധയിലേക്കും നയിക്കുന്ന കാര്യങ്ങളോ പരിപാടികളോ അല്ല ക്യാമ്പസുകളിൽ നടത്തേണ്ടത്. മതനിരപേക്ഷത വളർത്താനാണ് ഏവരും ശ്രമിക്കേണ്ടത്. ക്യാമ്പസുകളിൽ എന്തൊക്കെ പരിപാടികൾ നടത്തണമെന്ന് VC-മാർക്ക് പറയാൻ കഴിയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി.
മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്ര സർക്കാരിന് അവസാന അവസരം നൽകി ഹൈക്കോടതി. തീരുമാനം സെപ്റ്റംബർ 10-നകം അറിയിക്കാനാണ് നിർദ്ദേശം. വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്രം തീരുമാനം അറിയിക്കാത്തതിനെ തുടർന്നാണ് കോടതിയുടെ ഇടപെടൽ. ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസാണ് ഇന്ന് പരിഗണിച്ചത്. ഓണാവധിക്ക് ശേഷം തീരുമാനം അറിയിക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ദുരിതബാധിതരുടെ വായ്പ നേരത്തെ കേരള ബാങ്ക് എഴുതിത്തള്ളിയിരുന്നു. ഇതേ രീതിയിൽ എന്തുകൊണ്ട് കേന്ദ്രത്തിനും വായ്പകളുടെ ഭാരം ദുരന്തബാധിതരിൽ നിന്ന് ഒഴിവാക്കിക്കൂടാ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. വായ്പ എഴുതിത്തള്ളുന്നതിൽ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാരും അറിയിച്ചിരുന്നു. അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ തീരുമാനമെടുക്കാൻ അവസാനമായി ഒരവസരം കൂടി നൽകുന്നുവെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സെപ്റ്റംബർ 10-നകം അറിയിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി വടക്കൻ ആന്ധ്രാപ്രദേശ് തെക്കൻ ഒഡീഷ തീരത്ത് സമീപം ന്യൂനമർദ്ദം രൂപപ്പെട്ടു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ശക്തി പ്രാപിക്കുന്ന ന്യൂനമർദ്ദം തുടർന്നുള്ള 48 മണിക്കൂറിൽ വടക്കൻ ആന്ധ്രാപ്രദേശ് തെക്കൻ ഒഡീഷ തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ അടുത്ത 5 ദിവസം നേരിയ മഴയ്ക്കും സാധ്യത ഏറെയാണ്. ആഗസ്റ്റ് 13, 15 തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും ഓഗസ്റ്റ് 15 വരെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 5 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. നാളെ 6 ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.